അപ്പോൾ ഗൈസ് നമ്മൾ വത്തിക്കാൻ കാണാൻ വന്നപ്പോൾ നമ്മൾ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരെയൊക്കെ കണ്ടു. നമ്മളെ അവർ പിടിച്ചു നിർത്തി നമുക്ക് മാക്ഡൊണാൾഡ്സ് നമ്മളിന്ന് വീണ്ടും വത്തിക്കാനിക്ക് വന്നേക്കാട്ടോ. അപ്പോൾ ഇന്ന് നൈറ്റായിട്ട് നമ്മൾ ഇറങ്ങുന്നത്. നൈറ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ആവണു. അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ ഇവിടെ ഇന്ന് ഡിസംബർ 15. അപ്പോൾ ഇവിടുത്തെ പുൽക്കൂട് ലൈറ്റ് ഇടൽ സെറിമണി നടക്കുന്നത്. മാർപ്പാപ്പ വന്നിട്ട് ലൈറ്റ് ഇടുന്നാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് ചെറിയൊരു അറിവ് എവിടെ നിന്നൊക്കെയോ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഞങ്ങൾ 3 പേരായിട്ടാണ് പോന്നേക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും വീഡിയോയിൽ അവരുടെ ഫേസ് കാണിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഫേസ് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അവർ വന്ന് എൻജോയ് ചെയ്താട്ടോ ഫേസ് അടയ്ക്കാന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഇതായിട്ട് ഒരാൾ. അപ്പോൾ അടുത്ത ആളിനി കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ് നമ്മൾ ട്രീയുടെ ഫ്രണ്ടിലൊക്കെ എത്തി. ഇനി നമുക്ക് ലൈറ്റ് കണ്ടു തുടങ്ങാം. അപ്പോഴേക്കും ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടി എത്താനുണ്ട്. ആളും കൂടി എത്തും. നമുക്ക് മൊത്തത്തിൽ പോയി ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാട്ടോ ഗായ്സ്. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആളെ എത്തിയിട്ടുണ്ട്. അവൾക്ക് ക്യാമറയിൽ വരാൻ താല്പര്യമില്ല. ജസ്റ്റ് അവളുടെ ഭാഗം കാണിക്കുന്നു. അടുത്ത ആളോടെ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ വഴി കൂടെ നടക്കുവാണ്. ഞാനുണ്ട്, അന്നയുണ്ട്, ഷാജിനുണ്ട്, സ്റ്റെഫിയുണ്ട്, പിന്നെ ഷാജിൻ്റെ അനിയത്തിയുമുണ്ട്. നമ്മൾ വത്തിക്കാനിലേക്ക് പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പോണ ഈ പുൽക്കൂട് എന്ന് പറയുന്നത് നമ്മുടെ വത്തിക്കാനിൽ സാൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പുൽക്കൂടാണ്. അതായത് നമ്മുടെ ഇറ്റലിയിലെ നൊഷേർ ഇൻഫീരിയോറേയും പിന്നെ സാർണോ രൂപതയും കൂടി ഒന്നിച്ച്, അതായത് സലേർണോ പ്രൊവിൻസിലെ ഈ 2 രൂപതകളും ഒന്നിച്ച് അവിടുത്തെ പള്ളികളിലെ ട്രഡീഷനും അവിടുത്തെ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചേക്കുന്ന പുൽക്കൂടാണ്. മെയിനായിട്ട് നൊച്ചേറ സുപ്പീരിയറിലുള്ള പാലിയോ ക്രിസ്ത്യാനോ ബാപ്റ്റിസ്തെ, അതായത് പഴയ മാമോദീസ തൊട്ടി, ആ പള്ളിയുടെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അവിടെ. അതുപോലെ തന്നെ ഈ ഏരിയയിൽ മാതാവിൻ്റെ തിരുനാളുകൾക്ക്, ഈ ഏരിയയിലുള്ള പള്ളികളിൽ മാതാവിൻ്റെ തിരുനാളുകൾക്ക് നാക്കറേ എന്ന് പറഞ്ഞൊരു സംഭവം കൊട്ടി, പിന്നെ അതുപോലെ തന്നെ തമ്മോറേ എന്ന് പറഞ്ഞ തപ്പും കൊട്ടി പാടുന്ന ഒരു ട്രഡീഷനായിട്ട് നമ്മുടെ പുൽക്കൂടിൻ്റെ വാതിലിൻ്റെ 2 സൈഡിലായിട്ട് തമ്മോറെ വെച്ചിട്ടൊരു രൂപവും പിന്നെ നാക്കറ കൊട്ടണേൻ്റെയും ഓരോ രൂപങ്ങൾ വെച്ച് നമ്മുടെ പുൽക്കൂടിൻ്റെ വാതിലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സാന്തജീരിയയിലുള്ള ഫോണ്ടേൻ്റെയും പിന്നെ അതുപോലെ തന്നെ അൽഫോൺസ് ലിഗോറി, പിന്നെ പാദ്രേസ് മാർത്തോണെ, ഇവരുടെ കുട്ടികളുടെ ഒരു തെരുവിൽ നിന്ന് എടുത്തിട്ട് ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെയൊക്കെ ഓർമ്മയ്ക്കും പിന്നെ ഇതെല്ലാം ആ പുൽക്കൂട്ടിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് അൽഫോൺസ് ലിഗോറി എഴുതിയ ഇറ്റലിയിൽ ക്രിസ്മസിന് എല്ലാ പള്ളികളിലും പാടുന്ന തുഷേന്തി ദല സ്റ്റെല്ലെ എന്ന പാട്ടിൻ്റെ തീം എടുത്തിട്ടാണ് ഈ പുൽക്കൂട് മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. എനിക്ക് മനസ്സിലായ ചെറിയൊരു അറിവ് ഞാൻ നിങ്ങൾക്ക് പകരാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റും നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കും ഒരു അറിവ് കിട്ടുമല്ലോ. ഇപ്പം എനിക്ക് മനസ്സിലാക്കുന്നത് ഇത്രയൊക്കെയാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇനി നമുക്കൊന്ന് വിശദമായിട്ട് നല്ല അടിപൊളിയായിരുന്ന പുൽക്കൂട് കണ്ടിട്ട് വന്നാലോ. അങ്ങനെ നമ്മൾ നമ്മുടെ പുൽക്കൂടും ട്രീയൊക്കെ ലൈറ്റ് ഇടൽ സെറിമണി കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ജോബിസിനെ കണ്ടു. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നാളെ നമുക്ക് വീണ്ടും ജോബിസിനെ കാണാമെന്ന്. അങ്ങനെ ഞാൻ എത്തിയപ്പോൾ വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നടന്ന് അച്ഛൻ പറഞ്ഞു, ബാ നമുക്ക് മാക്കിൽ കയറി ഫുഡ് അടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാക്കിൽ കയറി ബർഗറും ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിച്ചു. അന്ന് ഞങ്ങളത് ഫുഡ് അടിക്കാൻ പോകണം. ആ സമയമായപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ എൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ പോയി. ജോബിസിനും പിന്നെ വേറെ 2-3 അച്ഛന്മാരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഞാൻ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ അവരെ ആഡ് ചെയ്യാൻ ഇതിനകത്ത്. പിന്നെ മാഗിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ അവിടെ കുറേ ബലൂൺ വെച്ചേക്കണം. അപ്പോൾ ഞങ്ങളും അവിടെ നിന്ന് ഓരോ ബലൂൺ വീതം എടുത്തിട്ട് വന്നു. ഞങ്ങൾ പിള്ളേരിച്ചിട്ട് അച്ഛന്മാരല്ല, ഞങ്ങൾ പിള്ളേരുകൾ ബലൂൺ ഓരോന്നൊക്കെ എടുത്തിട്ട് വന്നു. ഇതാട്ട ഗൈസ് ബലൂൺ. പിന്നെ ആ പിക്ക് ഞാൻ എല്ലാ അച്ഛന്മാരും ഒന്നിച്ചുള്ള പിക്ക് ഞാൻ അവിടെ വയ്ക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.